ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. ബിസിനസ്സുകാരനെ കുറിച്ച് പലപ്പോഴും നമ്മളുടെ എംപ്ലോയീസ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, സാറിനോടൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് ദേഷ്യം വരും. ഇനി നമ്മൾ തന്നെ ചിലപ്പോൾ സ്വയമായിട്ട് പറയാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണെന്നൊക്കെ. അപ്പോൾ ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല നൂറുകൂട്ടം കാര്യങ്ങളാണ്, സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രഷറുണ്ട്. ഇതിൻ്റെയൊക്കെ പുറത്തിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കേസ് കയറി വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് എങ്ങനെ ദേഷ്യം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ദേഷ്യം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രതികരണമാണ് അല്ലേ, നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ രണ്ട് ഏരിയാസ് ഉണ്ട് പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനെ ഒന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റം എന്നും മറ്റൊന്നിന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നും പറയും. അപ്പോൾ ഈ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വേഗതയാണ്. ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് റോഡിലൊരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു, പേടിച്ച് നമ്മൾ മാറുന്നു. ഇതെല്ലാം ലിംബിക് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അത് പ്രതികരിക്കും, പക്ഷേ അതൊരല്പം ആലോചിച്ച് ചിന്തിച്ച് ഒക്കെയാണ് പ്രതികരിക്കാൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ നമ്മളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് കൂടുതലും ലിംബിക് സിസ്റ്റം വഴിയാണ്. അതായത് പെട്ടെന്ന് നമ്മൾ നമ്മൾ പറയുന്ന മറ്റേ ആൾ പറയുന്നത് കേൾക്കാൻ പോലും ഒരുപക്ഷെ നമ്മൾ തയ്യാറാവുകയില്ല. അവർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ബ്രെയിനിൽ വെച്ച് ആർഗ്യൂ ചെയ്ത് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാട്ടിൽ, അദ്ദേഹം 25 വർഷത്തോളം ഞങ്ങളുടെ നാട്ടിലെ MLA ആയിരുന്നു. ഇപ്പം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം വളരെ കണ്ണടച്ച് പൂർണ്ണമായി അത് കേട്ടതിന് ശേഷം മാത്രമാണ് നമ്മളോട് റിപ്ലൈ പറയുന്നത്. ഒരിക്കലും ചാടിക്കേറിയ ഒരു പ്രതികരണം ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചാടിക്കേറി ആൻസർ ചെയ്യാതെ ഒരു നിമിഷം ശ്രദ്ധിക്കുക, ലിസൺ ചെയ്യുക. ലിസണിങ് ആണ് നമ്മളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പരിധി വരെയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത്. കാരണം ആ ലിസൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലിംബിക് സിസ്റ്റത്തിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആവുകയും അതിലൂടെ നമ്മളത് പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം കൃത്യമായ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയും ചെയ്യും. സോ വി ആർ നോട്ട് ആക്ച്വലി റിയാക്ടിങ്, instead we are responding. Especially when two people are interacting, the responding is very important rather than reacting. Thank you so much, Banerjee Bhaskaran.